സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമല്ല, ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ എൻ്റെ ലഞ്ച് പ്രിപ്പയറിങ് വീഡിയോയിൽ ഞാൻ വെജായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇന്ന് ഫിഷ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ ഒരു വലിയ ഫിഷൊന്നുമല്ല, കുഞ്ഞു ഫിഷാണ്. അപ്പോൾ ഞാൻ എന്ന് ഉണ്ടാക്കുന്ന പോലല്ല, കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഷ് വൃത്തിയാക്കി ഒരു സ്പെഷ്യൽ ഫിഷ് കറി. സ്പെഷ്യലൊന്നുമല്ല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. സാധാരണ തേങ്ങ അരച്ച് ആണ് ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഈ ഫിഷൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വരാം. ഞാൻ സാധാരണ ഈ ഫിഷ് കട്ടർ ഇട്ട് ഫിഷ് കട്ട് ചെയ്യാറുള്ളൂ. എനിക്ക് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ആക്ച്വലി അറിയില്ല. അപ്പോൾ ഈ ഫിഷ് കട്ടറിന് ഒരു പ്രശ്നമുണ്ടായി. ഇത് ആക്ച്വലി 2 പിടിയും ഒടിഞ്ഞു പോയി. ഞാനതെങ്ങനെയെങ്കിലും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നതും കൂടി ഒടിഞ്ഞു പോയി. അങ്ങനെ അതിനൊരു തീരുമാനമായി. പിന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു സാഹസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കത്തി ഉപയോഗിച്ച് എന്തൊക്കെയോ ഒരു ധൈര്യത്തിൽ അങ്ങ് കട്ട് ചെയ്തു. പക്ഷേ ഭാഗ്യത്തിന് മീനിനൊന്നും സംഭവിച്ചില്ല. ഞാൻ സാധാരണ കത്തി എടുക്കുകയാണെങ്കിൽ എൻ്റെ സർവ്വശക്തി ഞാൻ മീനിൽ പിടിച്ചേക്കുന്ന കയ്യിൽ കൊടുത്തിട്ട് മീൻ പായസമായി പോകാറാണ് പതിവ്. ഇത്തവണ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അമ്മ കട്ട് ചെയ്യണതൊക്കെ ആലോചിച്ച് ഞാനങ്ങ് കട്ട് ചെയ്തപ്പോൾ പിന്നെ ഇത് അത്രയും ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഫിഷ് അല്ലായിരുന്നു. കുഞ്ഞു ഫിഷ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോഴത്തേക്ക് ഒരു അതിഥി അവിടെ വന്ന് കാണിച്ചു തരാമേ. ഒന്ന് വെയിറ്റ് ചെയ്യണേ, കുറച്ചും കൂടി പണി ബാക്കിയുണ്ട്. പോരുത് കേട്ടാ. ആ വെയിറ്റ്, ഒറ്റ മീനും കൂടെ ഉള്ളു വൃത്തിയാക്കാൻ. ഇപ്പം തരാം. ഇവിടെ ഇട്ടാൽ ശരിയാവില്ല, അങ്ങോട്ടേക്ക് മാറ്റി ഇട്ടേരാവേ. വെയിറ്റ് ചെയ്യ്. അപ്പോൾ ഇത് ആക്ച്വലി ഞങ്ങളുടെ ഹൗസ് ഓണറിൻ്റെ തന്നെ പറമ്പാണ്, വീടിൻ്റെ അപ്പുറത്തേക്കാണ്. അപ്പം ഇവിടെയാണ് ഞങ്ങളോട് വേസ്റ്റൊക്കെ ഇടാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ആ പൂച്ചയ്ക്ക് മീൻ അവിടെയാണ് കൊണ്ടിട്ട് കൊടുത്തത്. ഞങ്ങളിവിടെ നിന്ന് യൂസ് ചെയ്യാറില്ല. ആദ്യം ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പൂച്ചയ്ക്ക് അടുത്ത് വരാൻ. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൊരു പൂച്ചയല്ല, അത് ഗർഭിണിയാണെന്ന് തോന്നുന്നു. പക്ഷെ ആകെപ്പാട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു കണ്ണിന് കാഴ്ചയില്ലാന്ന് തോന്നുന്നു, എന്തൊക്കെയോ വയ്യാത്ത പൂച്ച. പക്ഷെ നല്ല പേടിയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ കുറേ നേരം അതിനെ വിളിച്ച് അവസാനം അതിന് ചെറിയൊരു വിശ്വാസം അതിലുണ്ടാക്കിയിട്ട് എങ്ങനെയൊക്കെയോ അടുത്ത് വന്ന് ആദ്യം വന്ന് കുറച്ച് കടിച്ചെടുത്തുകൊണ്ട് ദൂരെ പോയി വന്ന് കഴിച്ചു. പിന്നെയും പതുക്കെ ഞാൻ അവിടെ നിന്ന് വിളിച്ചപ്പോൾ അതിന് മനസ്സിലായി ഞാൻ ഉപദ്രവിക്കില്ല എന്ന് തോന്നിക്കാണും. വന്ന് പേടി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ എന്തുകൊണ്ടിട്ടാലും എന്നെ കാത്തിരിക്കുന്നത് ഇവരൊക്കെയാണ്, കാക്കകളാണ്. അപ്പോൾ ഇന്ന് പതിവ് തെറ്റിച്ച് ഞാൻ ഇവന് കൊടുക്കുന്ന കണ്ടപ്പോൾ അവർക്കൊക്കെ കുറച്ച് കുശുമ്പ് വന്നു. അപ്പോൾ ഞാൻ ആ കാക്കകൾ പൂച്ചനെ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ നിന്ന് വെയിറ്റ് ചെയ്ത് അത് കഴിച്ച് കഴിയുന്നവരെ കൂട്ട് നിന്നു. അപ്പോൾ അവൻ ഫുൾ കഴിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് മാറിയത്. ഇവർ തക്കം പാർത്തിരിക്കുക. ഞാൻ അങ്ങോട്ടേക്ക് മാറുമ്പോൾ അവൻ്റെ അടുത്ത് ചെല്ലാൻ. ഓൺലൈൻ വാങ്ങിയ അവക്കാഡോയുടെ പ്ലാന്റാണ്. ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും ഈ 2 ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു ഇലയും കൂടെ വന്നിട്ട് കുറച്ച് വളർന്നിട്ടുണ്ട്. ഇത് കറ്റാർവാഴ, ഇതായി വരുന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നറിയില്ല, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്നും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും പൂച്ചയുടെ പുറകെ നിന്നിട്ട് എൻ്റെ കുറേ സമയം പോയി കിട്ടി. കാരണം ആളെ ഒന്ന് അനുനയിപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയം വേണ്ടി വന്നു. പിന്നെ അത് ഗർഭിണിയാണെന്ന് തോന്നിയതിനാണ് ഞാൻ നിർബന്ധിപ്പിച്ച് കഴിപ്പിച്ചത്. ഞാനവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ കാക്കയെല്ലാം കൂടെ വന്ന് ഉപദ്രവിക്കും. പിന്നെ കാക്കയ്ക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞിട്ട് കാക്ക എടുത്തിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ നിന്ന് ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോഴേക്കും പിന്നെ എനിക്ക് വെപ്രാളമായി, കാരണം ടൈം ഒരുപാടായി. സാധാരണ അങ്ങനെ തന്നെയാണ്, വേറെ ഏത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാൻ വേഗം എല്ലാം കഴിയും, പണിയെല്ലാം ചെയ്യും. പക്ഷേ ഫിഷ് ഉണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, ഒരുപാട് ടൈം എടുക്കും. എനിക്ക് എത്ര ഫാസ്റ്റ് ചെയ്യാൻ നോക്കിയാലും ഞാൻ ഫിഷിൽ അത്ര കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നതിൽ അത്ര കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ എനിക്കിങ്ങനെ വെളുത്തിരിക്കണം ലാസ്റ്റ് ആയാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. കറിക്കും ഫ്രൈക്കൊക്കെ മീൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് അരക്കാറൊന്നുമില്ല. ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി, പിന്നെ കുറച്ച് നാരങ്ങ നീര്, അല്പം വെളിച്ചെണ്ണ. ഉപ്പിടുന്നത് ഞാൻ എടുക്കാൻ മറന്നുപോയി, ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടേ. കറിക്ക് വേണ്ട തേങ്ങാപ്പാലിനുള്ള ചിരക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തേങ്ങാപ്പാലെടുക്കാതെ
കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയാണ്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ തക്കാളി, പിന്നെ കുടംപുളി, പിന്നെ വലിയ മുളക്, കാന്താരി മുളക്, കറിവേപ്പില, ഇത്ര സാധനങ്ങളാണ് മീനിലിടുന്നത്. കൂടാതെ ഞാനിവിടെ തേങ്ങയുടെ 1-ാം പാലും നല്ല കുറുകിയ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവ നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക് ഞാനിപ്പോൾ ഇടുന്നില്ല. കാന്താരി മുളക് ഇപ്പോൾ എണ്ണയിലിട്ടാൽ അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതിന് ശേഷം കാന്താരി മുളക് ഇട്ടു. കറിവേപ്പില. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇടാനേ. പൊടികളെല്ലാം ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കളറൊക്കെ ചേഞ്ചായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഇത് അടച്ച് വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കറി അവിടെ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രിഡ്ജിലായിരുന്നു സെറ്റാവാൻ വേണ്ടി വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് വറ്റി വരട്ടെ. അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ മീൻകറി 2-ാം പാലൊക്കെ ഏകദേശം ചെറുതായിട്ടൊന്ന് വറ്റി മീനൊക്കെ നല്ല വെന്ത് കറക്റ്റായി. ഇനി നമുക്ക് ചട്ടിയിലായതുകൊണ്ട് ആ ചൂട് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചേക്കാം, ഒന്ന് സെറ്റ് ആവട്ടെ. സക്സസ്ഫുള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചോറായി, എരിശ്ശേരി ആയിട്ടുണ്ട്, ഫിഷ് ഫ്രൈ ഒക്കെ ആയി, അതുപോലെ നമ്മുടെ തേങ്ങാ പാൽ ഒഴിച്ച മീൻ കറി. അപ്പോൾ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടമായത് ദയവേത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. സുജ, പുതിയ തേങ്ങാപ്പാലൊഴിച്ച മീൻകറി എങ്ങനെയുണ്ട്?